അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മളെ നാട്ടിൽ ഇത് എലന്തപ്പഴം എന്നൊക്കെ പറയട്ടാ. ഇവിടെ തോട്ടത്തിൽ നിന്ന് പറിക്കുന്നതാണ്. ഒരുപാടുണ്ട് വണ്ടിയിൽ. ഇത് കണ്ടില്ലേ കയറ്റി ഒരു കുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. കണ്ടോ ഇതിങ്ങനെ ഇവിടെ ഫ്രഷായിട്ട് കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കൊടുക്കും. ഇതുണ്ട് വലിയ തോട്ടം അതിൻ്റെ. ഇതാ അതിൻ്റെ തോട്ടം ഇതിന്മേലാണ് ഈ സാധനം ഉണ്ടാവുന്നത്. കണ്ടില്ലേ നല്ല മുള്ളുണ്ട് കേട്ടോ. മുള്ളു കുത്തിപ്പോയി. ഇത് കണ്ടോ നല്ല പഴുത്ത സാധനമാണ്. ഇതിങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ. ഒരു ഡെയിലി ഇവിടുന്ന് ഇങ്ങനെ പറിക്കുമെന്നാണ് പറയുന്നത്. കണ്ടോ സോഹാറ് ഇതാണ് കേട്ടോ മൂച്ചിൻ്റെ തോട്ടങ്ങളെന്ന് പറയുന്നത്. ഇതുണ്ട്. അപ്പോൾ പൂവിട്ടിട്ടുള്ളൂ. ഇതൊക്കെ ഇനി മാങ്ങ ആവുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. അപ്പോൾ സോഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനാസ് ഇട്ടാ അഗർ സിനാസ് ചെറിയ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇതുണ്ടല്ലേ. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ മാങ്കോൻ്റെ അതേപോലെ നമ്മളെ ചക്ക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മരങ്ങളുള്ള സ്ഥലം. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു 1-2 മാസം ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല റെഡിയാവും. ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി വൈബാവും കേട്ടോ. അല്ലേ വാഴത്തോട്ടം കേട്ടോ. നമ്മൾ സാധാരണ സലാലയിലൊക്കെയാണ് ഇത്ര വാഴൻ്റെ തോട്ടങ്ങളൊക്കെ കാണാറ്. ഇത് സോഹാർ സിനാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് കണ്ടില്ലേ ഇവിടെ വാഴ ഉണ്ട്.